നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സും അവർക്ക് റിലേഷൻഷിപ്പും കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്കൊരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് റീഡിങ് ഇടുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജി എന്താണ്. രണ്ടാമത്തെ ചോദ്യം, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തോളൂ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇത് രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. കഴിഞ്ഞ റീഡിങ്ങിലേക്ക് കൺഫ്യൂഷനായിപ്പോൾ ഏതാണ് രണ്ടാമത്തെയാണോ മൂന്നാമത്തെ. റീഡിങ് എടുത്തു കഴിയുമ്പോൾ, റീഡിങ്ങിൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ പിന്നെ സ്ഥലകാല ബോധം ഉണ്ടാവാറില്ല ചില സമയത്ത്. അപ്പം നമുക്ക് പോവാം. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. അതാണല്ലോ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. ഭഗവാന്റെ ദൈവം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ സിറ്റുവേഷനെ കുറിച്ച്. ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ, ചില സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ, ചില സമയത്ത് ഇതെന്താണ്, ഇത് ഏത് അവസ്ഥയിലാണ്, ചില സമയത്ത് ഇത് എങ്ങനെ ഇതിൽ നിന്ന് ഊരിപ്പോരാം എന്നൊക്കെ പറയാറുണ്ട്. നോക്കാം നമുക്ക് ഭഗവാനെ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്, അവരിപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താണ് ഭഗവാനെ അറിയേണ്ടത്. ഒരു കാർഡാണ് ഇവിടെ കാണുന്നത്. ഈ കാർഡ് പറയുന്നത് ഗുഡ് ഫോർച്യൂൺ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നല്ലവണ്ണമുള്ള ആളുകളാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് ഈ കാർഡ് സെലക്ട് ചെയ്തേക്കുന്നവർ കേട്ടോ. അപ്പോൾ ദൈവം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വഴി കാണുന്നില്ല, ഒന്നിനൊരു വഴി കാണുന്നില്ല, വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു വഴി തുറന്നു തരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജി. തേർഡ് പാർട്ടിയുടെ എനർജി 3 ഓഫ് വാൻഡ്സ് ആണ്. തേർഡ് പാർട്ടി എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഈ വെയിറ്റിംഗ് പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനാകാം, ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കുന്നതാവാം. എന്തായാലും തേർഡ് പാർട്ടി ഒരു വെയിറ്റിങ്ങിലാണ്, ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിനി ഇതിനുള്ള എന്തെങ്കിലും ഒരു എന്ന് വെച്ചാൽ എല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനി അവിടെ നിന്നൊരു ആക്ഷൻ വേണം. അപ്പോൾ ഇത് ചിലപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിന് പേഴ്സണെ കിട്ടാൻ വേണ്ടി പല ആക്ഷൻ എടുത്തിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം. ചിലപ്പോൾ ബ്ലാക്ക് മാജിക്കോ പാരവെപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം. അതല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാവാം. വേറൊരു ഓപ്ഷൻ കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ. അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന മട്ടിലാവരുതല്ലോ. അപ്പോൾ വേറെ ആരെങ്കിലും ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പോരാമായിരുന്നു എന്നതും ആവാം. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഏതൊരു കുട്ടി അവിടെ കിടന്ന് ഒച്ചയമ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ടെംപറൻസ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമ്മച്വേർഡായ ഒരു എനർജി ആയിരിക്കാം, ഇമോഷണൽ പ്രോബ്ലംസ് ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം ഇത്. കാരണം പേജ് ഓഫ് കപ്സ് റിവേഴ്സ് വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്മച്വേർഡായ എനർജിയാണ്. അപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കില്ല, തോന്നിവാസം പോലെ നടക്കുന്ന ഒരു എനർജി ആയിട്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതിലൊരു ബാലൻസ് കൊണ്ടുവരണം. ബാലൻസ് കൊണ്ടുവരാൻ തേർഡ് പാർട്ടി കുറേ ട്രൈ ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മെൻഡ് ചെയ്യാൻ നോക്കിയിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ സ്വഭാവം തേർഡ് പാർട്ടിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല.
അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം വ്യത്യാസം വരുത്തണം, അല്ലാതെ ഇത് മുമ്പോട്ട് പോവില്ല എന്ന്. അപ്പോൾ ഒരു ബാലൻസിങ് അത് നടക്കുമോ, ഇത്ര ദിവസത്തിനുള്ളിൽ നടക്കണം, ഇത്ര മാസത്തിനുള്ളിൽ നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി വെയിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ടെമ്പറൻസ്, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണത്. ഇനി നമുക്ക് നോക്കാം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന്. അത് ഷഫിൾ ചെയ്തിട്ട് ഞാനത് പെട്ടെന്ന് അത് വിട്ടുപോയി. നമുക്ക് ഷഫിൾ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇവരുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് അവരുടെ ഫീലിങ്സും ഇൻറ്റൻഷനും നോക്കാം അല്ലേ. ഇപ്പം എന്ത് സിറ്റുവേഷനിലാണെന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അതാണ് ആദ്യം അറിയേണ്ടത്, എന്ത് സിറ്റുവേഷനിലാണെന്നാണെന്ന് അറിയേണ്ടത്. തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ, തേർഡ് പാർട്ടി ഒരു ന്യൂ ബിഗിനിങ്ങിന് ആഗ്രഹിക്കുകയാണ്. ഇതേ കാർഡ് പിന്നെയും വന്നേക്കുന്നുണ്ടോ, 3 of Wands. തേർഡ് പാർട്ടി ഈ റിലേഷൻഷിപ്പ് വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പ്രശ്നത്തിലാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ളത്. പക്ഷേ തേർഡ് പാർട്ടി ഒരു റിസ്ക് എടുക്കാൻ പോവുകയാണ്. അത് ഒരു റീഡിങ് വരുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സൊല്യൂഷൻ, ഒരു കാം സിറ്റുവേഷനിലേക്ക് എന്ന് വെച്ചാൽ ഒരു സമാധാനപരമായ, അപ്പോൾ ഇവർ തമ്മിൽ ബഹളം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സമാധാനപരമായ ഒരു സിറ്റുവേഷനിലേക്ക് തേർഡ് പാർട്ടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കണ്ടോ. അതല്ലെങ്കിൽ തേർഡ് പാർട്ടി അവരുടെ പാസ്റ്റിലെ പേഴ്സണിൻ്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇത് ഫുൾ കാർഡ് റിസ്ക് ആണ്. എന്നുവെച്ചാൽ ഓക്കെ, അതിൻ്റെ ഫ്യൂച്ചർ എനിക്ക് അറിയില്ല, എന്നാലും ഞാനിത് ഈ ഒരു ആക്ഷൻ എടുക്കാൻ നിർബന്ധിതയാകുകയാണ്, അല്ലെങ്കിൽ നിർബന്ധിതനാകുകയാണ്. അപ്പോൾ ആ റിസ്ക് അവർക്ക് എടുക്കണം എന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു 3 of Wands. അപ്പോൾ അവർ ആ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടാകുമോ എന്നാലോചിച്ച് നിൽക്കുന്നതും കൂടിയാണ് ഇവിടെ. ഇവിടെ നിന്നൊരു റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ, തിരിച്ചു പോകാൻ പറ്റുള്ളൂ അവരുടെ പാസ്റ്റിലേക്ക്. അപ്പോൾ അവരുടെ പാസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ പ്രശ്നങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ പേഴ്സൺ വളരെ മെച്ചുവേർഡായ ഒരു എനർജിയാണ്, വളരെ കെയറിങ് ആണ്. പക്ഷേ ആ പേഴ്സൺ വളരെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കാണാനും പെരുമാറ്റത്തിലും എല്ലാം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ, എന്താ പറയുക, കാണാൻ നന്നായിട്ട് സംസാരിക്കുന്ന എനർജി ആയിരിക്കും, കാണാനും മോശമല്ലായിരിക്കും. പക്ഷേ ഇവരുടെ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിലേക്ക് തേർഡ് പാർട്ടി ആയിട്ട് ഇവർ വരുമ്പോൾ ഇവരുടെ ലൈഫിലുണ്ടായിരുന്ന ആ പേഴ്സൺ വളരെ എന്താ പറയുക, ചിലരില്ലേ വീട് നോക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ മാത്രം മുഴുകിയിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് അവരുടെ ശാരീരിക സൗന്ദര്യമോ അവരുടെ മറ്റു കാര്യങ്ങൾക്ക് നീക്കി വെക്കാനായിട്ട് അവരുടെ സമയമില്ല. കാരണം വീട്ടിലെ കാര്യങ്ങൾക്ക് ഓടി നടക്കുന്നതാണ്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു എനർജി അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു. അപ്പോൾ അതിനെ പുച്ഛിച്ചിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ പുറകെ പോയത്. ബാഹ്യ സൗന്ദര്യം കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പുറകെ പോയത്. അതിൽ തേർഡ് പാർട്ടി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കറണ്ട് പേഴ്സൻ്റെ അടുത്തേക്ക്. പക്ഷേ തേർഡ് പാർട്ടിക്ക് അത് സാധ്യമാകുമോ നോക്കട്ടെ. അവരെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. ആ ഒരു കണക്ഷൻ വേണ്ട, അതിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുന്നതാണ് തേർഡ് പാർട്ടി. പക്ഷേ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വലിയ ഫ്യൂച്ചറൊന്നും കാണുന്നില്ല. എന്നാൽ പിന്നെ തിരിച്ചങ്ങ് പോയേക്കാം. പക്ഷേ അവരെ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും. അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ നിന്ന് റെസ്പോൺസ് കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ അക്ഷമയോടെയാണ് തേർഡ് പാർട്ടി അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ വരുമ്പോൾ അതിനർത്ഥം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. കാരണം തേർഡ് പാർട്ടിയെ കണ്ടിട്ടാണ് ഈ പേഴ്സൺ പോയി. തേർഡ് പാർട്ടി ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും. തേർഡ് പാർട്ടിയുടെ ബാഹ്യ സൗന്ദര്യം കണ്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സണും പോയത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൻ്റെ ബാഹ്യ സൗന്ദര്യം കണ്ടിട്ട് പോകുന്നതാണ്. ഇപ്പോൾ 2 പേരുടെയും സ്വപ്ന കൊട്ടാരമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട്.
മനസ്സിലായി? രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമാണ്. ജോലി എടുക്കാതെ ഭക്ഷണം കഴിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന രണ്ട് എനർജീസാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് അബദ്ധമായി എന്ന് തേർഡ് പാർട്ടിക്ക് ഒരു തോന്നലുണ്ട്. അത് വേണ്ടായിരുന്നു എന്നത്. കാരണം ഇവരുടെ പേഴ്സണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള തേർഡ് പാർട്ടിയുടെ പേഴ്സണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ്റെ കാര്യം അറിയാം. അപ്പോൾ അതൊരു വളരെ ചതിയും വഞ്ചനയുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ തേർഡ് പാർട്ടി അതിരുന്ന് ഓർക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എങ്ങനെ തിരിച്ചു പോവും. സ്നേഹം ഉണ്ടായിട്ടില്ല, ഇവിടെ സ്നേഹമേ കാണിക്കുന്നില്ല, കണ്ടോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് അവരുടെ പാർട്ട്ണറിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം അവരുടെ റിലേഷൻഷിപ്പും വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ അല്ലാത്തത് കൊണ്ട് അവരുടെ അന്നത്തെ പാർട്ട്ണറുടെ അടുത്തേക്ക് പോകാൻ നോക്കുകയാണ്. അവരിടയ്ക്കിടയ്ക്ക് അത് ആലോചിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടിപൊളി. ഇവിടെ അക്വേറിയസ് ഏരീസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഇപ്പം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നോക്കാം. ഒരു ടവർ മൊമെൻറ്റ് കാണിക്കുന്നുണ്ട്. ഏസ് ഓഫ് സോഡ്സ്. കാര്യങ്ങൾ തുറന്ന് പറയാൻ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് വേണ്ട, കാരണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലായി, കണ്ടോ? അവർക്ക് ലോങ് ടേം പ്ലാൻ ആയിരുന്നു നിങ്ങളുടെ പേഴ്സണായിട്ട്. പക്ഷേ ഇത് കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. ഇത് സ്കോർപ്പിയോ ആണ് എന്ന് മനസ്സിലാവും. ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവും എന്ന് അവർക്കറിയാം. ഈ റിലേഷൻഷിപ്പിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. കാരണം അവർ തുറന്ന് പറയാൻ പോവുകയാണ്. അവർക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഒരു പെർമനൻറ്റ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണമെന്ന് അവർ നിങ്ങളുടെ പേഴ്സണോട് പറയാൻ പോകുന്നുണ്ട്. അതൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന് ഇവർക്കറിയാം. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയിൽ വലിയ ഹോൾഡൊന്നും ഇല്ല. അവർക്ക് ചെറിയൊരു സ്ട്രെസ് ഉണ്ട്, ഇതൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആയിരിക്കും, ശരി വേണ്ട പൊക്കോ എന്ന് പറയായിരിക്കും. മനസ്സിലായോ? ഇവർ മാരേജിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ഇവർ ശരിക്കും വിചാരിച്ച അവരുടെ മാരേജും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാവരും അറിഞ്ഞു, നിങ്ങളറിഞ്ഞു, അവരുടെ തേർഡ് പാർട്ടിയുടെ പേഴ്സൺ അറിഞ്ഞു. അത് വന്നപ്പോൾ ഇത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയില്ല. ഇത് രണ്ടിടത്തും തീ കൊടുക്കുക, പാലത്തിൻ്റെ രണ്ടിടത്തും തീ കൊടുത്ത് രണ്ടിടത്തേക്കും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. തേർഡ് പാർട്ടിക്ക് അതിൽ വലിയ വിഷമമുണ്ട്. ഇതെങ്ങനെ ഇതൊന്ന് സോൾവ് ചെയ്ത് തിരിച്ച് അവരുടെ പേഴ്സണിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്നാണ് അവർ ചിന്തിക്കുന്നത്, കേട്ടോ? ഇവിടെ വെർഗോ പൈസസ് ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്. പിന്നെ ഉള്ളത് സ്കോർപ്പിയോ ആണ്, സ്ട്രോങ്. ഇത് തേർഡ് പാർട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അപ്പോഴാണ് ഒരു പൊട്ടിത്തെറി തേർഡ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ട് തിരിച്ചു വരാനുള്ള പാത നശിപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും. മനസ്സിലായി? പക്ഷേ തേർഡ് പാർട്ടി ഓൾമോസ്റ്റ് ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു. ഇവിടെ എനിക്കിനി വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. തേർഡ് പാർട്ടി കുറച്ചും കൂടെ സെൽഫിഷാണ്. നിങ്ങളുടെ പേഴ്സൺ അത്രയും സെൽഫിഷ് അല്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ റിലേഷൻഷിപ്പ് കൊണ്ട് തേർഡ് പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭയങ്കര പവർഫുള്ളായ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് തേർഡ് പാർട്ടി വിചാരിച്ചത്. കാരണം സംസാരമൊക്കെ അതുപോലെയാണ്. അപ്പോൾ ഭയങ്കര കഴിവുള്ള ആളാണ്, അങ്ങനെയാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി, പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചൂസ് ചെയ്യുന്നത്. കാരണം പവർഫുൾ ആണെന്ന് തോന്നി. പക്ഷേ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് അവരുടെ പവർ, നിങ്ങളുടെ പേഴ്സൻ്റെ പവറല്ല, നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്ന പവറാണ് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് കാണിക്കുന്നതെന്ന് പിന്നെയാണ് തേർഡ് പാർട്ടിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് അവരാണെങ്കിൽ ഒരു സങ്കടമായ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ ആ സിറ്റുവേഷനിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആരാണ് അവൈലബിൾ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. അവരങ്ങനെ വലിയ അത്ര ചൂസി ഒന്നും ആയിരുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ അതിലെ പോണ കണ്ടു, എന്നാൽ പിന്നെ ഇതായിരിക്കട്ടെ എന്ന് പറഞ്ഞ് തീരുമാനം എടുത്താണ് കണ്ടത്. പക്ഷേ അവർ ചൂസ് ചെയ്തത് അബദ്ധമായിപ്പോയി എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതിലും ഭേദം തേർഡ് പാർട്ടി എൻ്റെ പേഴ്സൺ തന്നെ ആയിരുന്നു എന്ന് തേർഡ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത്. തേർഡ് പാർട്ടി ഭയങ്കര പ്ലെയർ എനർജിയാണ്, ഉഴപ്പാണ്. അവരൊരിക്കലും അവരുടെ തെറ്റല്ല ആക്സെപ്റ്റ് ചെയ്യുന്നത്, എപ്പോഴും മറ്റുള്ളവരുടെ തെറ്റാണ്. അവരുടെ ജീവിതം ഇങ്ങനെ ആയത് മറ്റേ ആളിനെ കൊണ്ടിട്ടാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് അവർക്കിഷ്ടം. അപ്പോൾ അതാണ് കാണിക്കുന്നത് ഇവിടെ. ഇതൊരു പ്ലെയർ എനർജിയാണ് തേർഡ് പാർട്ടി. അപ്പോൾ
തേർഡ് പാർട്ടിയുടെ പേഴ്സൺ പക്ഷേ പ്ലെയർ എനർജി ആണെന്ന് തേർഡ് പാർട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ പേഴ്സൺ പ്ലെയർ എനർജി അല്ല, ഇവരാണ് പ്ലെയർ എനർജി. പക്ഷേ കുറ്റം മുഴുവൻ ആ പേഴ്സൻ്റെ മുഖത്താണ് വെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് ആ തേർഡ് പേഴ്സൻ്റെ കഴിവുകളെ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. അവർക്ക് പിന്നീടാണ് മനസ്സിലായത് ഈ പേഴ്സൻ്റെ പുറകിലുള്ള ശക്തി നിങ്ങളാണ് ആ പേഴ്സൺ ആവശ്യത്തിന് പണം കൊടുക്കുന്നതും ആ പേഴ്സൻ്റെ ലൈഫിൽ ആ പേഴ്സൺ ബെസ്റ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്നത് നിങ്ങളാണ്. ആ കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നത്, അഹങ്കാരത്തോടെ കാണിക്കുന്നതെന്ന കാര്യം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഈ പേഴ്സണ് ഒരു കഴിവുമില്ല, ഒന്നിനും കൊള്ളാത്തൊരു എനർജിയാണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ അവരുടെ പേഴ്സൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാപ്രിക്കോൺ, പൈസീസ്, അക്വാരിയസ്, ഏരീസ്, വെർഗോ, പൈസീസ്, സ്ട്രോങ് സോഡിയാക് സൈൻസ് ആണ് ഞാൻ പറയുന്നത്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോഡിയാക് സൈൻ ഭഗവാനെ. അപ്പോൾ ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. എനിക്കിങ്ങനെയുള്ള റീഡിങ്സ് കാണാനാണ് ഇഷ്ടം. കാരണം വീഡിയോ കാണുന്നവരും എന്തെങ്കിലും പേഴ്സൺ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലിരിക്കുന്നവരാണ്. അപ്പോൾ തേർഡ് പാർട്ടിയോട് സ്നേഹമാണ്. ചില സമയത്ത് നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ കാണാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ റീഡിങ്ങിലും തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുന്നതാണ് കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സമയം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓരോ പ്ലാനറ്ററി ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ സിറ്റുവേഷൻസ് മാറും. അപ്പോൾ അതുപോലെ എന്തോ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നല്ലതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നമുക്ക് നോക്കാം. ഭഗവാനെ, എന്താണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ ഇപ്പോൾ അറിയേണ്ടത്? ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ അവരുടെ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ എന്താണ് അറിയേണ്ടത്? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ അവരുടെ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ എന്താണ് അറിയേണ്ടത്? ഭഗവാനെ, ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ അവരുടെ സിറ്റുവേഷനെ കുറിച്ച് എന്താണ് ഇപ്പോൾ അറിയേണ്ടത്? ഒരു സാക്രിഫൈസിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. ഈ നിങ്ങൾ കുടിക്കുന്ന ഈ വിഷം, ഈ വേദന, അത് വേർത്താണോ എന്നാണ് ചോദിക്കുന്നത്. അതാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. നിങ്ങളുടെ കൂടെയുള്ളവരുടെയും നിങ്ങളുടെയും മനസ്സമാധാനത്തിനും മുമ്പോട്ടുള്ള ജീവിതത്തിനും നിങ്ങൾ ഈ സാധനം ത്യജിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പോൾ ഈ കാർഡ് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അയാളിൽ നിന്നൊരു പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ദൈവം നമുക്ക് അനുഗ്രഹം തരും എന്ന് വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ വിചാരിച്ചിട്ട് തുടങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നില്ല, തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തടസ്സങ്ങൾക്ക് കാരണം ആ കാര്യം തുടങ്ങാനുള്ള സമയമായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര. നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ സ്വഭാവമുണ്ട്. മറ്റുള്ളവരെ ഉപദേശിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നാളെ തുടങ്ങി ഫോളോ ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചാലും നടക്കാൻ വളരെയധികം പരിശ്രമിക്കേണ്ട കാര്യങ്ങളാണ് കുറേ. നമ്മളുടെ ഒരു ബേസിക് ഒരു സ്വഭാവമുണ്ട്. നിങ്ങളായാലും ഞാനായാലും നമുക്ക് എല്ലാവർക്കും ഒരു ബേസിക് സ്വഭാവമുണ്ട്. നമുക്കത് മറച്ച് വെക്കാം, ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. മനസ്സിലായി? അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതാണ് കാണിച്ചത് ഇവിടെ കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? 6 ഓഫ് സ്വേർഡ്സ് ആണ് കാണിക്കുന്നത്. ഇവർ നാട് വിടാൻ പോവുകയാണ്. ഇവരുടെ കൂടെ ആരൊക്കെയോ ഉണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ആരുടെ കൂടെയാണ് ഇവർ നാട് വിടാൻ പോകുന്നത് നോക്കട്ടെ.
ഭഗവാനെ. അക്വാരിയസ് ലിബ്ര ജെമിനി ആണിത്. ഇവർ ആരുടെ കൂടെയാണ്? ഈ പുരുഷൻ്റെ കൂടെ ഒരു സ്ത്രീയും ഒരു കുട്ടിയുമുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേഴ്സൺ ഏതാണ്? സ്ത്രീയാണോ പുരുഷനാണോ? എന്തായാലും നാട് വിടാൻ പോവുകയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ പോലെ. 9 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് സെൽഫ് സഫിഷ്യൻ്റ് ആയ ഒരു എനർജിയാണ്. ഒരു താൻ പോരുമയുള്ള ഒരാൾ, ജോലിയുള്ള, ഇഷ്ടംപോലെ പണമുള്ള ഒരു എനർജിയാണത്. ഫീമെയിൽ എനർജിയാണത്. പിന്നെ ഉള്ളത് ടവർ മൊമെൻറ്റ്. അപ്പോൾ എന്തോ ഒരു പൊട്ടിത്തെറി ചിലപ്പോൾ വീട്ടിൽ പിടിച്ചിട്ടുണ്ടാവും റിലേഷൻഷിപ്പ്. തേർഡ് പാർട്ടിയുടെ വീട്ടിൽ തേർഡ് പാർട്ടിയുടെ ഹസ്ബൻഡോ വൈഫോ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ വീട്ടുകാരോ ഈ റിലേഷൻഷിപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന്, അല്ലെങ്കിൽ നാട്ടുകാർ പിടിച്ചിട്ടുണ്ടാവാം, എന്തോ ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മുങ്ങിയാൽ മതി എന്നായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്ലാനുകൾ തേർഡ് പാർട്ടി നടത്തുന്നുണ്ട്. ടവർ മൊമെൻ്റ് ആണ്. സ്കോർപിയോ ആണത്, സോഡിയാക് സൈൻ. ഇതൊരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ. നിങ്ങളുമായിട്ടും ടോക്സിക്കാണ്, തേർഡ് പാർട്ടിയുമായിട്ട് ടോക്സിക്കാണ് ഒരു സിറ്റുവേഷൻ ആണിത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെയും ബോയ് ഫ്രണ്ടിനെയാണ് നാട്ടുകാരെ പിടിക്കുന്നതെങ്കിൽ അവരെ കെട്ടിച്ചു വിടും അല്ലേ, കല്യാണം കഴിപ്പിച്ചു വിടും. പക്ഷേ വേറൊരു ഭാര്യയും വേറൊരു ഭർത്താവുമുള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെയാണ് കാണുന്നത് ഇവിടെ. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓവർ കമ്മിറ്റഡ് ആണ്, വളരെ പവർഫുള്ളാണ്. ഇവർ കുറച്ച് ഒരു പുറമേ കാണുമ്പോൾ വളരെ ഭക്തിമാർഗത്തിൽ കൂടെ ചരിക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. പക്ഷേ അത് നാട്ടുകാർ കയ്യോടെ പിടിച്ചു എന്നാണ് തോന്നുക. അതാണ് രായ്ക്ക് രാമായണ സ്ഥലം വിടാൻ നോക്കുന്നുണ്ട്. പുറമേ ഒരു ഇമേജും അല്ലാതെ ഒരു ഇമേജുമാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഇതിനകത്ത് രണ്ടുപേരും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, രണ്ടുപേരും ഒരു ആക്ഷനും എടുക്കുന്നില്ല റിലേഷൻഷിപ്പിന്. രണ്ടുപേരും ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് റിലേഷൻഷിപ്പിൽ. ചിലപ്പോൾ ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്ത്, ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല, മനസ്സിലായോ? സീക്രട്സ് ഒക്കെ എല്ലാവരും അറിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെ ഒരു സ്നേഹബന്ധം എന്നൊക്കെ പറഞ്ഞ് ഇവർ കുറേയൊക്കെ ഡയലോഗ്സ് ഒക്കെ അടിച്ചായിരുന്നു. പക്ഷെ ആ സ്നേഹബന്ധമൊന്നും ഇവിടെ ഇല്ല. ഇത് ആൾക്കാരെ പറ്റിച്ച് മുങ്ങലായിരുന്ന പരിപാടി എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇത് തേർഡ് പാർട്ടിക്ക് ഭയങ്കര തലവേദനയായി. ഇതിന് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ചിലപ്പോൾ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കുറേ സമയം, കുറേ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സക്സസ്ഫുൾ ആയില്ല. ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സോ ഇത് കണ്ട് കള്ളത്തരം പൊളിച്ചു. അതാണ് പ്രശ്നം. അപ്പോൾ ഇവർ രണ്ടുപേരും ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ രണ്ടുപേരും ഇപ്പം മറഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഒരുമിച്ചല്ല, സെപ്പറേറ്റഡ് ആയിട്ട്. അതാ കാണിക്കുന്നത്. ഇവിടെ സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ഉണ്ട്, വെർഗോ പൈസസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്. അവർ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ പരസ്യമായി, അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായ പോലെ. അപ്പോൾ ഇവിടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചിരുന്നതാണ്. പക്ഷെ അതല്ലെന്ന് മനസ്സിലായി കാര്യം. രണ്ടുപേരെയും തള്ളി പറഞ്ഞു. അതാണ് ഉണ്ടായത്. മനസ്സിലായി? അതൊരു അടിയായിട്ടുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറയേണ്ടി വന്നു. പിന്നെ ഇവിടെ എന്ത് ഫീലിങ്സ് ഉണ്ടാവാനാണ്? ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ? എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് തേർഡ് പാർട്ടിക്ക്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കുരുതി കൊടുത്തിട്ട് ഇവിടെ നിന്ന് മുങ്ങണം. അതാണ് കാര്യം. അപ്പോൾ ഈ രണ്ട് കാഴ്ചയും കൊള്ളില്ലാത്ത കാഴ്ചയാണ്. ഒന്ന് ചതി, വഞ്ചന, മോഷണമാണ്. മറ്റേത് ഒരാളുടെ മുതുകത്ത് ചവിട്ടി നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചെടുക്കണം. മറ്റേ ആൾ ഒരു തരത്തിലും ഉയർന്നു വരാൻ സമ്മതിക്കരുത്. അതാണ് രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ കാർഡ് പറയുന്ന പൈസയുടെ ഓഫർ. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണെയോ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണെ ഒറ്റിക്കൊടുക്കാൻ തേർഡ് പാർട്ടിക്ക് പൈസ കൊടുത്തിട്ടുണ്ടാലോ. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു പുതിയ ബിഗിനിങ്. അതാണ് തേർഡ് പാർട്ടിയെ ഒളിച്ചോടാൻ നോക്കുന്നത്.
അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണോട് വൈരാഗ്യമുള്ള ആരോ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഒറ്റിക്കൊടുത്തത്. മനസ്സിലായോ? ഓക്കെ. ഇവിടെ മൂന്നാമതൊരാളുണ്ട്. അവിടെ ആ റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വേറൊരാളുണ്ടായിരുന്നു. അത് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു ന്യൂ ബിഗിനിങ്. അവർക്ക് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, അവർക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പൈസയുടെ ഓഫർ കൊടുത്തപ്പോൾ നിങ്ങളുടെ പേഴ്സണെ അവർ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. കഷ്ടം. എന്തോ പ്രതികാരം ചെയ്യുന്ന പോലെയാണ് അവർ ചെയ്തത് നിങ്ങളുടെ പേഴ്സണോട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ സമ്മതിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ തേർഡ് പാർട്ടിയുടെ മജീഷ്യനായിട്ടാണ് കാണിക്കുന്നത്. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ കൺകെട്ട് വിദ്യക്കാരൻ. ഒരു കാര്യം നമ്മളെ കാണിക്കും, അത് റിയൽ ആയിരിക്കും. മനസ്സിലായി? കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും. റിയാലിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു കൺകെട്ട് വിദ്യക്കാരൻ, ഒരു മാജീഷ്യൻ, പെണ്ണോ ആണോ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കരമായ വൈരാഗ്യമുണ്ട്. അപ്പോൾ അവർ തേർഡ് പാർട്ടിയെ അതിന് കരുവാക്കുകയാണ്. മനസ്സിലായി? തേർഡ് പാർട്ടി അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലെന്നാണ് അവരോട് പറഞ്ഞത്. മനസ്സിലായി? എനിക്കൊരു ന്യൂ ബിഗിനിങ് വേണം, അതിനെനിക്ക് പൈസ വേണം. അപ്പോൾ പൈസ തരുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പേഴ്സണെ ഒറ്റിക്കൊടുക്കാം എന്ന് തേർഡ് പാർട്ടി നിങ്ങളുടെ ആ പൈസ കൊടുത്ത ആളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ പേഴ്സൺ പെട്ടു. വെർഗോ, പൈസീസ്, സ്കോർപിയോ, പിന്നെ ലിയോ ഉണ്ട്, ഇവിടെ ജെമിനായ് ഉണ്ട്, പിന്നെ അക്വേറിയസ്, ഏരീസ് ആണുള്ളത്. എന്തായിരുന്നു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള ഉദ്ദേശം എന്തായിരുന്നു നോക്കട്ടെ. തേർഡ് പാർട്ടിക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ്, കൺഫ്യൂഷൻ ആയിരുന്നു തേർഡ് പാർട്ടിക്ക്. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തേർഡ് പാർട്ടിക്ക്. ഒരു പ്ലാനിങ്ങിലൂടെയാണ് അവർ പോയത്. കാരണം അവരുടെ ഫ്യൂച്ചർ സക്സസ്ഫുൾ. അവർക്ക് വേണ്ടിയിരുന്നത് വളരെ പൈസയുള്ള ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവരുടെ. വെറുതെ ജോലി എടുക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് അവർ നോക്കിയത്. വളരെ ധനികനായ ഒരു മെയിൽ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ധനികനാണ്. അപ്പോൾ ഇഷ്ടംപോലെ പണമുള്ള ഒരു എനർജിയാണത്. അപ്പോൾ ഈ പേഴ്സൺ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന ആരോ ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് പണി കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവർ വളരെ പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് പോയൊരു എനർജിയാണ്. ഇവർക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ഫ്യൂച്ചർ വേണമെന്നില്ല. ഇവർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നത് തന്നെ ഒരു ഉദ്ദേശത്തിലാണ്, ഈ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ അവർ ആരോ പ്ലാൻ ചെയ്ത പോലെ ഈ പേഴ്സണൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടിയെ ആരോ വച്ചതാണ്. മനസ്സിലായി? ഇങ്ങനെ ഒരു ദിവസം വരുത്താൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഭയങ്കര ഡീസൻ്റ് ആയ ഒരു എനർജി ആയിരിക്കും. പക്ഷെ തേർഡ് പാർട്ടിയുടെ വലയിൽ വീണു പോയതാണ്. മനസ്സിലായോ? അതാണ് പറ്റിയത്. തേർഡ് പാർട്ടി കള്ളത്തരമാണ്, സ്നേഹമൊന്നുമില്ല, എല്ലാം അഭിനയമായിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അഡ്വൈസറും കൂടിയായിരുന്നു തേർഡ് പാർട്ടി. ചിലപ്പോൾ ലീഗൽ അഡ്വൈസർ ആയിരിക്കാം. മനസ്സിലായി? എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്തുനിന്നൊരു ഫ്യൂച്ചർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ തേർഡ് പാർട്ടിക്ക് ഫ്യൂച്ചർ പ്ലാൻ ഇല്ലായിരുന്നു. തേർഡ് പാർട്ടി ആദ്യം മുതലേ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കള്ളത്തരത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. എന്തായാലും ഇനിയിപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിരിച്ചു വരാൻ അവർക്ക് ഉദ്ദേശമില്ല. പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ച പോലെ. മനസ്സിലായോ? എപ്പോഴും നമുക്ക് നമ്മളോട് നല്ലത് ചെയ്യുന്നവരെ നമുക്ക് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നുമല്ലോ, അതുപോലത്തെ ഒരു ഫീലിംഗ് തേർഡ് പാർട്ടിക്ക് കാണുന്നുണ്ട് ഇവിടെ. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും അവരങ്ങനെ, പക്ഷെ എന്നാലും ഇത് ലാസ്റ്റ് ചെയ്യില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് അവർ അവരുടെ പ്ലാനുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തേക്കുന്നത്. ടോറസ്, ലീബ്ര, അക്വാരിയസ് ഭയങ്കര ഒരു ചതിയായിപ്പോൾ എന്തായാലും. അതുകൊണ്ട് നിങ്ങൾക്കും പണിയായി, നിങ്ങളുടെ പേഴ്സണും പണി കിട്ടി. ഞാൻ ബാക്കി എല്ലാ സോഡിയക് സൈനും പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അത് ഇനി രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കിത് അറിയാമോ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടെന്ന കാര്യം അറിയാം. അതോ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ പേഴ്സണോട് ഇതാണ് ഇവരുടെ ഉദ്ദേശം, ഇവരെ വിശ്വസിക്കരുതെന്ന് വല്ലതും? എന്തായാലും രണ്ടാമത്തെ റീഡിങ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാൻ ഓക്കെ.
മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ ഈ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ എന്താണ് അറിയേണ്ടത്? മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ ഈ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ എന്താണ് അറിയേണ്ടത്? മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ ഈ സിറ്റുവേഷനെ കുറിച്ച് എന്താണ് അറിയേണ്ടത് ഇപ്പോൾ? ഒരു ഷഫിളും കൂടെ ചെയ്യാം. എടുക്കാം. അതൊരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്. ഇമോഷണൽ കൺട്രോൾ. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒന്നൊരു കാർഡ്. ഇനി കാർഡ്സ് വല്ലതും വരുമോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇമോഷൻസിൽ കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട്. എടുത്തോ പിടിച്ചോ എന്നുള്ള പെരുമാറ്റം പാടില്ല. എന്തെങ്കിലും കാള പറ്റുന്ന കേൾക്കുമ്പോൾ തന്നെ കയറെടുത്തുകൊണ്ട് ഓടരുത്. നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ ചില ആളുകൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പറയുകയാണെന്ന് പറയില്ലേ. ഒരു കാര്യം അവർ കണ്ടു, അപ്പം തന്നെ നമ്മൾ വിളിച്ച് പറയും. പക്ഷേ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരെ കണ്ണിൽ കാണുന്ന കാര്യം അതേപോലെ വായിലേക്ക് കൊണ്ടുവന്ന് അതൊരു പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത്. അവരത് എടുക്കുന്നില്ല. അതിൽ നിന്നുള്ള അവർക്ക് കിട്ടേണ്ട അറിവോ അതിന് മാറ്റർ എന്താണെന്നോ അവർ ചിന്തിക്കുന്നില്ല. അവർ കാണുന്നു, അത് അങ്ങനെ തന്നെ നമ്മളോട് പറയുന്നു. അങ്ങനത്തെ ഒരു എനർജിയും കൂടി ഉണ്ട് ഇവിടെ. മനസ്സിലായോ? ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിലിട്ട് അത് ശരിയാണോ തെറ്റാണോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് പാടില്ല എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ലൈഫ് ഇത് എനർജിയാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജിയാണ് ഈ കാണിക്കുന്നത്. 5 ഓഫ് സ്വർഡ് ഒട്ടും കൊള്ളാത്തതാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ് ഇത്. കണ്ടോ, നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ ഒട്ടും അവർ ബോധേഡല്ല, ഒരു ഇമോഷനും ഇല്ല നിങ്ങളുടെ പേഴ്സണോട്. ആ പേഴ്സൻ്റെ കയ്യിലെല്ലാം ഉള്ളതെല്ലാം പിടുങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ആൾക്കാരെ ഉപദ്രവിച്ചിട്ട് ഇത് കണ്ടോ, ഈ പേഴ്സൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, ഇതാണ് തേർഡ് പാർട്ടി. അവരുടെ അടുത്ത് നിന്നുള്ള എല്ലാം തട്ടിപ്പറിച്ചെടുക്കണം എന്നാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ ആദ്യത്തെ പേഴ്സൺ അല്ല തേർഡ് പാർട്ടിയുടെ ലൈഫിൽ വന്നേക്കുന്നത്. ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്വഭാവമുള്ളൊരു എനർജിയാണ്. മറ്റുള്ളവരെ കാര്യങ്ങൾ കൈക്കലാക്കുക എന്നൊരു എനർജി. നോക്കാം. Ace of Cups, Temperance, Ace of Cups എന്ന് പറഞ്ഞാൽ പുതിയ ലവാണ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ബാലൻസ് കൊണ്ടുവരിക. അപ്പോൾ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഈ തേർഡ് പാർട്ടിക്ക് സ്നേഹം പേടിയാണ്. കാരണം ഇവർക്ക് ചീത്ത അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ പലരെ സ്നേഹിക്കുമ്പോൾ പൂച്ച വെച്ചെടുക്കുന്നു, ജനലടയ്ക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ചിലർ ഇപ്പോൾ പല റിലേഷൻഷിപ്പ് ഒരേ സമയം വെക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ആ പേഴ്സൺ ഉപേക്ഷിച്ച് പോയാൽ എന്ത് ചെയ്യും, ടെൻഷനാണ്, ഇൻസെക്യൂരിറ്റിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, 1, 2, 3 റിലേഷൻഷിപ്പ്. ഒരാൾ വഴക്കിടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരാളോട് അവർ അടി ഉണ്ടാക്കുമ്പോൾ അവർ രണ്ടാമത്തെ ആളുടെ അടുത്ത് പോകും കുറച്ച് നാൾ. അപ്പോൾ രണ്ടാമത്തെ ആൾ ഹാപ്പിയായി. രണ്ടാമത്തെ ആൾക്ക് അറിയുന്നില്ല ഇവരുടെ ലൈഫിൽ വേറെ ആളുണ്ടെന്ന്. അപ്പം കുറേ നാൾ അവരോട് നിൽക്കും. അവരുടെ അടുത്ത് പ്രശ്നം ഇവിടെ ഉറച്ചു നിൽക്കാൻ പറ്റില്ല. അവരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ വേറെ ആൾ. അപ്പോൾ ഇവരെപ്പോഴും ഹാപ്പി ആയിരിക്കണം, ഇവരാരും ഉപേക്ഷിക്കരുത്. അതാണ് ഇവരുടെ പ്ലാൻ. ആരെങ്കിലും ഉപേക്ഷിച്ചാൽ തന്നെ അവർക്ക് അത് എഫക്റ്റ് ചെയ്യരുത്. അതിനെന്ത് ചെയ്യും, ഇവർ പലരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കും. അങ്ങനെയുള്ളൊരു എനർജിയാണ് തേർഡ് പാർട്ടി. ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ഇവർക്കുള്ളത്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണത്. അപ്പോൾ എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്?
തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അവസാനിക്കുകയാണ് റിലേഷൻഷിപ്പ് കേട്ടോ. പക്ഷേ ഈ റിലേഷൻഷിപ്പ് കുറേ വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇവർ തമ്മിൽ പണ്ടേ പരിചയമുള്ള രണ്ടുപേരാണ്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ പോലെയാണ്. ഈ തേർഡ് പാർട്ടി കുറച്ച് മെച്യൂർഡ് ആയ ഒരു ഫീമെയിൽ എനർജി ആവാനാണ് ചാൻസ്. മനസ്സിലായോ? അപ്പോൾ ഇവർ ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, കുട്ടികളുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, ഹസ്ബൻഡ് മരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും ഈ റിലേഷൻഷിപ്പ്, ഇത് ഒരു പുരുഷനാണെങ്കിൽ അവരുടെ പാർട്ട്ണർ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒരു റീകൺസിലിയേഷൻ അവരുടെ പാർട്ട്ണറുമായിട്ട് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു അവസാനത്തിലേക്ക് പോകുന്നുണ്ട്. സ്റ്റാർ മൊമെന്റും ഡെത്ത് കാർഡുമാണ് വന്നേക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അമ്മയും കുഞ്ഞും കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഗിൽറ്റി ആവുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കുട്ടിയുണ്ടോ? അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ പേഴ്സണെ അടിച്ചെടുത്തതിൽ തേർഡ് പാർട്ടിക്ക് ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. കാരണം തേർഡ് പാർട്ടിക്ക് പേടിയുണ്ട്, ദൈവഭയമുള്ള ആളാണ് തേർഡ് പാർട്ടി. അതുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെന്റ് വന്നേക്കുന്നത്. ഇത് എനിക്ക് ഒരു പാരയാകും. മനസ്സിലായോ? അപ്പം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് മാരീഡ് ആണെന്നോ കുട്ടികളുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അറിയില്ല. എന്തായാലും തേർഡ് പാർട്ടിക്ക് അതൊരു ഗിൽറ്റി കോൺഷ്യസ് ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ചിലപ്പോൾ അവരുടെ ചെറുപ്പത്തിലും അവരുടെ അച്ഛനോ അമ്മയോ അവരോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ്. അപ്പോൾ ഇത് അവർ ചെയ്തു തന്നെയല്ലേ ഞാൻ ഇവരോട് ചെയ്യുന്നത് എന്നാണ് തേർഡ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് അതുകൊണ്ട് തന്നെ ഒരു ധൈര്യമില്ലായ്മയുണ്ട്, ടെൻഷനുണ്ട്. ദൈവഭയമുള്ള ആളായതുകൊണ്ട് ഇതെല്ലാം എനിക്ക് തിരിച്ചു വരും എന്നൊരു ടെൻഷൻ തേർഡ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ റെഡിയാവുകയാണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ഏരീസ്, ടോറസ്, ലീബ്ര, സ്കോർപ്പിയോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു വിധിയിലൊക്കെ വിശ്വാസമുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രെസ്സാണ്. നോക്ക്, കണ്ടോ, ഭയങ്കര ടെൻഷനാണ്. അയ്യോ, ആളെയാണല്ലോ ഞാൻ എടുത്തേക്കുന്ന ഒരു ടെൻഷൻ. അതെന്തുകൊണ്ടാണ്? ചിലപ്പോൾ ഇവർ സ്പിരിച്വലി കുറച്ചും കൂടെ ഇതായിട്ടുണ്ടാവും. നമുക്ക് ഒരു അടി കിട്ടുമ്പോഴാണ് നമുക്ക് ദൈവഭയം ഉണ്ടാവുന്നത്. ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ തേർഡ് പാർട്ടിക്ക് അങ്ങനെ എന്തോ. അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുമ്പോൾ തന്നെ തേർഡ് പാർട്ടി വേറെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവർ തേർഡ് പാർട്ടിയെ ചതിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അറിയില്ലായിരിക്കാം. അപ്പോഴാണ് ഇത് ഞാൻ ചെയ്തത് എനിക്ക് തിരിച്ചു കിട്ടുകയാണെന്നൊരു ബോധം തേർഡ് പാർട്ടിക്ക് വരുന്നത് ഇവിടെ. തേർഡ് പാർട്ടിക്ക് ഇപ്പം നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഇൻഡിസൈസീവ് ആണ് തേർഡ് പാർട്ടിക്ക് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സണോട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പോയാൽ അത് ന്യായമാണ്, അതാണ് ശരിയായ കാര്യം എന്നൊരു ബോധം തേർഡ് പാർട്ടിക്ക് വന്നിട്ടുണ്ട്. ലീബ്ര സോഡിയക് സൈൻ ആണ് അത്. അപ്പോൾ ഡിസിഷൻ എടുക്കണം. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കണം. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഫിസിക്കലി ഭയങ്കര അട്രാക്റ്റഡ് ആണ് തേർഡ് പാർട്ടി. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പോയാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതാണ് ശരിയായ കാര്യം എന്നുള്ള ബോധം തേർഡ് പാർട്ടിക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത് ശരിയാവില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇവരായിട്ട് ഭയങ്കര ഇൻവോൾവ് ആണ്. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടിക്ക് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് എന്ത് ഫീലിങ്സ് ആണെന്ന് അറിയില്ല. എന്തായാലും തേർഡ് പാർട്ടിക്ക് ഒരു അടി കിട്ടിയപ്പോൾ തേർഡ് പാർട്ടിക്ക് കാര്യത്തിൻ്റെ ഒരു ബോധം വന്നിട്ടുണ്ട്. ഈ പ്രശ്നം എന്താണ്, ഇത് ഭയങ്കര സീരിയസ് ആയ ഇഷ്യൂ ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബ്രേക്ക് ആവുമ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് വരാൻ പോകുന്നുണ്ട്. കാരണം ഇവർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അകലാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല ഇവർക്ക്. അപ്പോൾ അതൊരു പണിയായിട്ടുണ്ട്. അത് അവർ വളരെ ശ്രമിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇതൊരു കർമ്മഫലമാവും, ഇത് ഭയങ്കര തലവേദനയാവും എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് തേർഡ് പാർട്ടിക്ക്. എന്തായാലും ഇവിടെ സോഡിയക് സൈൻ ലീബ്ര ഉണ്ട്, അക്വേറിയസ്, ഏരീസ് ഉണ്ട്, സ്കോർപ്പിയോ, പിന്നെയും സ്കോർപ്പിയോ വരുന്നുണ്ടോ, ലിയോ ഉണ്ട്. എന്തായിരുന്നു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം? നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യണം. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചൂസ് ചെയ്തതാണ്.
നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു 10 of Pentacles ആണ് അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. 10 of Pentacles ആണ് സക്സസ്ഫുൾ മാരേജ് ആണ് അവർ ഉദ്ദേശിച്ചിരുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, നല്ല വീട്, ഇഷ്ടംപോലെ പണം, ഇതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിനൊരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടാവുമെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. ചൂസ് ചെയ്യേണ്ടി വരും, ഞാൻ എന്തെങ്കിലും ഈ സിറ്റുവേഷൻ ചൂസ് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് അവരുടെ മനസ്സിലുണ്ടെങ്കിലും അവരുടെ ഉദ്ദേശം 10 of Pentacles ആണ്. വളരെ സക്സസ്ഫുൾ ആയ റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് അവർ പ്ലാൻ ചെയ്തത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര പൈസയുള്ള എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, കാരണം ചില സ്ത്രീകൾ അല്ലെങ്കിൽ ചില പുരുഷന്മാർ പറയില്ലേ, നല്ല പൈസ ഉള്ള ആരെയും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി, പിന്നെ നമ്മൾ ജോലി എടുക്കേണ്ട, വെറുതെ ഇരുന്ന് തിന്നാമെന്ന് പറയില്ലേ. അതാണ് പൊതുവേ തേർഡ് പാർട്ടി പൈസക്കാരോടുകൂടി പൈസക്കാരനായ ഒരു പുരുഷൻ പൈസക്കാരിയായ ഒരു സ്ത്രീയുമായിട്ടൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആൾക്കാർ വെക്കുമ്പോൾ മെയിനായിട്ടുള്ള ഉദ്ദേശം അങ്ങനെയാണ് വരിക. എല്ലാവരുമല്ല, 90% പൈസയാണ് നോട്ടം. മാസത്തിന് ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമായി, മനസ്സിലാവുണ്ടോ? അപ്പം അവരെ കല്യാണം കൂടി കഴിക്കേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണല്ലോ, ആവശ്യമായി. അതാണ് തേർഡ് പാർട്ടി, അങ്ങനെ ഒരു ഉദ്ദേശം കൂടി മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പിഴിഞ്ഞ് തീർന്നിട്ടില്ല, നിങ്ങളുടെ പേഴ്സണിൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ടുള്ള ഒരു ടെൻഷനും കൂടി അവർക്കുണ്ട്. അവർ വിചാരിച്ച് പതുക്കെ ഇതൊരു വലിയ റിസോഴ്സാണ് നിങ്ങളുടെ പേഴ്സൺ. അതിന് നമ്മളിങ്ങനെ ഖനനം ചെയ്ത് ഓരോ കാര്യങ്ങൾ എടുക്കുന്ന പോലെ ഇവർ പതുക്കെ ഇവരുടെ പ്ലാൻ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു പണി വന്നത്, അവർക്കൊരു അടി കിട്ടിയത്. അപ്പോൾ ഇവർക്ക് പേടിയായി, ഇനിയിപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലതൊന്നും വരാൻ പോകുന്നില്ല എന്നൊരു ഒരു ബോധം വന്നു അവർക്ക്. അപ്പോൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. ഈ തേർഡ് പാർട്ടിയുടെ പാർട്ട്ണർ ഭയങ്കരമായിട്ട് വെള്ളം അടിക്കുന്നതാണ്, ഇവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അവർക്ക് പാർട്ട്ണർ ഉണ്ട്, പക്ഷെ അവർ പലരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. എന്തായാലും ഇതുകൊണ്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കുന്നത്. കാരണം ഇത് മുമ്പോട്ട് പോകുമ്പോൾ പണി കിട്ടുമെന്നറിയാം അവർക്ക്, ദൈവത്തിൻ്റെ ഒരു ഗ്രാക്ക് കിട്ടുമെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ അവർ അനുഭവിക്കുന്നുണ്ട്, അവരുടെ പേഴ്സണും വേറെ ആരോടോ കണക്ഷനാണ്. പക്ഷേ നിങ്ങളുമായിട്ട് കണക്ഷൻ വെക്കുമ്പോൾ അവരത് ഓർത്തില്ല, അവർക്ക് പ്രതികാരമായിരുന്നു ഇവരുടെ പേഴ്സണോടുള്ള പ്രതികാരം. പക്ഷേ നിങ്ങളുടെ ജീവിതം തകർത്തുകൊണ്ടാണ് അവർ ആ പ്രതികാരം വീട്ടാൻ നോക്കിയത്. അത് അവർക്ക് തിരിച്ചറിവായി, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊരു ബോധം വന്നു. സോഡിയാക് സൈൻ എല്ലാം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അകലാൻ നോക്കുന്നത് കേട്ടോ. അതല്ലാതെ വേറെ വഴിയില്ല അവർക്ക്. അപ്പോൾ ഞാൻ ഈ റീഡിങ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും അനുഗ്രഹിച്ച് തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും വളരെ സേഫായിട്ടിരിക്കാൻ നോക്കുക കേട്ടോ. ലോകത്ത് എന്തൊക്കെയാണ് ഭൂകമ്പം, അവിടെ ഇവിടെ. മ്യാൻമാറിൽ 2 പ്രാവശ്യം കുറച്ച് ദിവസങ്ങളുടെ ഇടയിൽ 2 ഭൂകമ്പം, 2 3 ഭൂകമ്പം. ജപ്പാനിലെ ഭൂകമ്പം. എന്തോ പ്രശ്നങ്ങളുണ്ട് ലോകത്ത്, അറിയില്ല എന്താ നടക്കുന്നത്. എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.